സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇഫ് കെ ഈസ് എനി സ്കേലാർ ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഗ്രേറ്റർ ദാൻ 0. അല്ലെ, പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ് നമ്മൾ എടുക്കേണ്ട എച്ച്. അപ്പോൾ ഒരു വെക്ടർ എടുത്തു എച്ച്, കെ എന്ന് പറയുന്ന ഒരു സ്കേലാർ ആയിട്ട് എടുത്തു. അപ്പോൾ കെ ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടണം? കെ ഇൻറ്റു ഒരു വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ഒരു വെക്ടറിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂം അവിടെ തന്നെ ഉണ്ടാവണം, ബിയിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്കേലാർ എടുത്തു കെ, വെക്ടർ എടുത്തു എന്ത് എച്ച്. അപ്പോൾ ദെൻ കെ ഇൻറ്റു എച്ച് വെക്ടറിനെ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബൈ ഡെഫിനിഷൻ കെ എച്ച് എന്താണ്? എച്ച് റേസ് ടു കെ ആണ്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പർ, കെ എന്ന് പറയുന്നത് ഇനി സ്കേലാർ. അപ്പോൾ എച്ച് റേസ് ടു കെ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ എച്ച് റേസ് ടു കെ എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ. ദാറ്റ് ഈസ് ബി ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി സെവൻത്ത് കണ്ടീഷൻ എന്താണ്? ഇഫ് കെ ഈസ് എനി സ്കേലാർ ദെൻ കെ ഇൻറ്റു എച്ച് പ്ലസ് വൈ ഈക്വൽ ടു എന്തെന്ന് കിട്ടണം? കെ എച്ച് പ്ലസ് കെ വൈ എന്ന് കിട്ടണം. ബൈ ഡെഫിനിഷൻ കെ ഇൻറ്റു എച്ച് പ്ലസ് വൈ എന്താ? കെ ഇൻറ്റു എച്ച് റേസ് ടു കെ ആണ്. അപ്പോൾ കെ ഇൻറ്റു എച്ച് പ്ലസ് വൈ എന്ത് വരും? എച്ച് പ്ലസ് വൈ റേസ് ടു കെ. കെ ഇൻറ്റു എച്ച് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് വൈ റേസ് ടു കെ ആണ്. ബട്ട് എച്ച് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? എച്ച് വൈ ആണ്. ഓക്കെ, കെ ഇൻറ്റു എച്ച് പ്ലസ് വൈ എന്നുള്ളത് എന്തായിട്ട് മാറും? എച്ച് പ്ലസ് വൈ. എച്ചും വൈയും വെക്ടർ ആണെങ്കിൽ എച്ച് പ്ലസ് വൈ എന്താണ്? എച്ച് ഇൻറ്റു വൈ ആണ്. അപ്പോൾ കെ ഇൻറ്റു എച്ച് പ്ലസ് വൈ എന്നുള്ളത് കെ ഇൻറ്റു എച്ച് വൈ എന്നാവും. അഗെയിൻ കെ ഇൻറ്റു സ്കേലാർ ഇൻറ്റു ഒരു വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? കെ ഇൻറ്റു എച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എച്ച് റേസ് ടു കെ ആണ്. സോ അത് എച്ച് വൈ റേസ് ടു കെ എന്നാവും. എച്ചും വൈയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ എച്ച് വൈ റേസ് ടു കെ ഈക്വൽ ടു എന്ത് വരും? എച്ച് റേസ് ടു കെ ഇൻറ്റു വൈ റേസ് ടു കെ എന്ന് എഴുതാം. എച്ച് റേസ് ടു കെ എന്ന് പറഞ്ഞാൽ കെ എച്ച് ആണ്. എച്ച് റേസ് ടു കെ എച്ച് ആണ്. വൈ റേസ് ടു കെ വൈ ആണ്. അപ്പോൾ എച്ച് റേസ് ടു കെ ഇൻറ്റു വൈ റേസ് ടു കെ എന്നുള്ളത് എന്തായി? കെ എച്ച് ഇൻറ്റു കെ വൈ എന്നാണ്. അപ്പോൾ എച്ച് ഇൻറ്റു വൈ എന്താണ്? എച്ച് പ്ലസ് വൈ ആണ്. അപ്പോൾ കെ എച്ച് ഇൻറ്റു കെ വൈ കെ എച്ച് പ്ലസ് കെ വൈ. എച്ച് റേസ് ടു കെ എച്ചും വൈ റേസ് ടു കെ വൈയും ആണ്. ഇനി എച്ച് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു വൈ എച്ച് പ്ലസ് വൈ ആണ്. അപ്പോൾ കെ എച്ച് ഇൻറ്റു കെ വൈക്ക് പകരം നമുക്ക് കെ എച്ച് പ്ലസ് കെ വൈ എന്ന് എഴുതാം. ഓക്കെ, എയ്ത്ത് കണ്ടീഷൻ എന്താ പറയുന്നത്? രണ്ട് സ്കേലാർ എടുക്കണം. അല്ലെ, സെവൻത്തും എയ്ത്തും തമ്മിലുള്ള വ്യത്യാസം രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. സെവൻത്തിൽ ഒരു സ്കേലാറും രണ്ട് വെക്ടറുമാണ് എടുക്കുന്നത്. എയ്ത്തിൽ രണ്ട് സ്കേലാറും ഒരു വെക്ടറുമാണ് എടുക്കുന്നത്. അപ്പോൾ ഫോർ സ്കേലാർസ് K1 ആൻഡ് K2, K1 പ്ലസ് K2 ഇൻറ്റു എച്ച് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ എന്ത് വരും? സ്കേലാറിന് എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എച്ച് റേസ് ടു കെ ആണ്. അപ്പോൾ ഇത് എച്ച് റേസ് ടു ഈ എച്ച് വെക്ടറും ഈ എച്ച് സാധാ പോസിറ്റീവ് റിയൽ നമ്പർ എച്ച് ആണ്. അപ്പോൾ K1 പ്ലസ് K2 ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു എച്ച് റേസ് ടു K1 പ്ലസ് K2 എന്ന് കിട്ടും. K1 പ്ലസ് K2 എ റേസ് ടു എം പ്ലസ് എൻ എന്താ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. അപ്പോൾ എച്ച് റേസ് ടു K1 ഇൻറ്റു എച്ച് റേസ് ടു K2 വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് റേസ് ടു കെ എന്താ? കെ എച്ച് ആണ്. അപ്പോൾ എച്ച് റേസ് ടു K1 എച്ച്. അപ്പോൾ K1 എച്ച് ഇൻറ്റു എച്ച് റേസ് ടു K2 എച്ച്. ഇനി എച്ച് ഇൻറ്റു വൈ എന്താ? എച്ച് പ്ലസ് വൈ ആണ്. അപ്പോൾ K1 എച്ച് ഇൻറ്റു K2 എച്ചിന് K1 എച്ച് പ്ലസ് K2 എച്ച് എന്ന് എഴുതാം. അപ്പോൾ എയ്ത്ത് കണ്ടീഷൻ കിട്ടി. നയൻത്ത് കണ്ടീഷനിൽ എന്താ പറയണത്? മൾട്ടിപ്ലിക്കേഷൻ്റെ അസോസിയേറ്റീവ് പോലെ, അതായത് ഇതിൻ്റെ K1 ഇൻറ്റു K2 എച്ച് ഇസ് ഈക്വൽ ടു K1 K2 ഇൻറ്റു എച്ച് എന്ന് കിട്ടണം. അപ്പോൾ K1 ഇൻറ്റു K2 എച്ച് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ എന്ത് വരും? ഇതൊരു വെക്ടർ, ഇതൊരു സ്കേലാർ ആണെങ്കിൽ K1 ഇൻറ്റു K2 എച്ച് ഇസ് ഈക്വൽ ടു K2 എച്ച് റേസ് ടു K1 എന്നാണ് കിട്ടുക. K2 എച്ച് റേസ് ടു K1. അതല്ലെങ്കിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതിനെ നമ്മൾ ആദ്യം മാറ്റി. ഓക്കെ, എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. K1 ഇൻറ്റു K2 എച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടിയാൽ മതി? K1 K2 ഇൻറ്റു എച്ച് എന്നുള്ള ഫോമിലേക്ക് കിട്ടിയാൽ മതി. അപ്പോൾ K1 ഇൻറ്റു K2 എച്ചിന് ആദ്യം എങ്ങനെ മാറ്റി എഴുതി? K2 എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് റേസ് ടു K2 ആണ്. എച്ച് റേസ് ടു കെ ആണ് കെ എച്ച്. അപ്പോൾ K2 എച്ചിന് നമുക്ക് എച്ച് റേസ് ടു K2 എന്ന് എഴുതാം. K1 ഇൻറ്റു എച്ച് റേസ് ടു K2. ഇത് കെ ഇൻറ്റു എച്ച് എന്നുള്ള ഫോമാറ്റാണ്. കെ ഇൻറ്റു എച്ച് എന്താ? എച്ച് റേസ് ടു കെ ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? എച്ച് റേസ് ടു K2 ഹോൾ റേസ് ടു K1 ആയി മാറും. ദാറ്റ് ഈസ് എച്ച് റേസ് ടു K2 K1. എച്ച് റേസ് ടു K2 K1 എന്ന് പറഞ്ഞാലും എച്ച് റേസ് ടു K1 K2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ K1 K2 ഇൻറ്റു എച്ച്. എച്ച് റേസ് ടു K2 K1നെ നമുക്ക് എച്ച് റേസ് ടു K1 K2 എന്ന് എഴുതാം. എച്ച് റേസ് ടു കെ എന്ന് പറഞ്ഞാൽ കെ എച്ച് ആണ്. അപ്പോൾ എച്ച് റേസ് ടു K1 K2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? K1 K2 ഇൻറ്റു എച്ച്. നയൻത്ത് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ലാസ്റ്റ് 10th കണ്ടീഷൻ എന്താ പറയുന്നത്? വെക്ടറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ വെക്ടർ തന്നെ കിട്ടണം. അപ്പോൾ 1 ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? കെ ഇൻറ്റു എച്ച്, എച്ച് റേസ് ടു കെ ആണ്. സോ 1 ഇൻറ്റു എച്ച്, എച്ച് റേസ് ടു 1. എച്ച് റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എച്ച് തന്നെയാണ്. ഈ എച്ച് എന്താണ്? വെക്ടർ എച്ച് ആണ്.
അപ്പോൾ 1 × h = h എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഡെഫിനിഷനിൽ പറയുന്ന 10 കണ്ടീഷനും എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. 10 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. Therefore v = സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതെന്താവും, വെക്റ്റർ സ്പേസ് ആവും. അപ്പോൾ ഇവിടെ വി വെക്റ്റർ സ്പേസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. v = r + വെക്റ്റർ സ്പേസ് ആണ്. അതുപോലെ തന്നെ v = r എന്ത് തന്നെയാവും, വെക്റ്റർ സ്പേസ് തന്നെയാവും. r2 r3 എല്ലാം എന്താണ്, വെക്റ്റർ സ്പേസ് ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം, സെറ്റ് ആർ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വെക്റ്റർ സ്പേസ് ആണെന്ന് പറയാം. r2 എന്ന് പറയുമ്പോൾ ഓർഡേഡ് പെയർ എച്ച് സ്പേസ്. അപ്പോൾ r2 എന്താണ്, വെക്റ്റർ സ്പേസ് ആണ്. r3 എടുത്തു കഴിഞ്ഞാലും വെക്റ്റർ സ്പേസ് ആണ്. rn ജനറലായിട്ട് n ട്യൂപ്പിൾസ് എടുത്തു കഴിഞ്ഞാലും അതെന്താവും, വെക്റ്റർ സ്പേസ് ആവും. ഓക്കെ, ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സിമിലർ വേ അപ്പോൾ നമ്മൾ അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്, r2 അണ്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് r2ൽ വെക്റ്റർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. ആ ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ r2 എന്താണ്, വെക്റ്റർ സ്പേസ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ r2 അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻസ് ആർ ഡിഫൈൻഡ് ബൈ h1 h2. അപ്പോൾ r2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡേഡ് പെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇത് റിയൽ ലൈൻ r എന്ന് പറയുന്നത് -∞ to ∞, 0 1 2 3 എന്നുള്ള നമ്പേഴ്സ് മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ എടുക്കുന്നതാണ് എന്ത്, r റിയൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോ പോയിന്റ് 1 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ആയിരിക്കും. പക്ഷേ r2 എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനാണ്. 2 r എടുക്കുന്നുണ്ട്. ഇതൊരു r, വെർട്ടിക്കലായിട്ടും ഒരു r. ഓക്കെ, 2 r വരുമ്പോഴാണ് നമ്മൾ r2 എന്ന് എഴുതുക. അപ്പോൾ r2ൽ 0, ഇവിടെ 0 എന്ന് വെച്ചാൽ 0 തന്നെയാണ്. പക്ഷേ r2ൽ 0 എന്ന് പറഞ്ഞാലോ ഓർഡേഡ് പെയർ 0 ആണ്. 1 എന്ന് പറഞ്ഞാൽ 1 0 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2 0 ആണ്. അതുപോലെ 2 2 2 3 അങ്ങനെയുള്ള പെയേഴ്സ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ r2ൽ 2 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ, r-ൽ 2 എലമെൻറ്റ് എന്ന് വെച്ചാൽ hy ആണ്. r2ൽ 2 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, h1 h2, y1 y2 ആണ്. അപ്പോൾ h1 h2, y1 y2 2 എലമെൻറ്റ് ഉണ്ടെങ്കിൽ ആ 2 എലമെൻറ്റിൻ്റെ സമ്മ് നമ്മൾ ഡിഫൈൻ ചെയ്യണത് h1 h2 + y1 y2 = h1 + y1, h2 + y2. ഇങ്ങനെയാണ് സമ്മ് വെക്റ്റർ അഡിഷൻ ഡിഫൈൻ ചെയ്യണത്. അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ k × ഒരു വെക്റ്റർ എടുത്തു കഴിഞ്ഞാൽ kh1, kh2. അപ്പോൾ ഇങ്ങനെയാണ് വെക്റ്റർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. വെരിഫൈ r2 ഈസ് എ വെക്റ്റർ സ്പേസ്. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ r2 എന്താവുമോ, വെക്റ്റർ സ്പേസ് ആവുമോ എന്ന് വെരിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വെക്റ്റർ സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 10 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിൽ ഓരോ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ബിയിലൊരു വെക്റ്റർ എടുക്കാം. അപ്പോൾ h നമ്മൾ എടുക്കാം, 2 വെക്റ്റർ എടുക്കണം, h ഉം y ഉം. h + y എവിടെയുണ്ടോ, വിയിലുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇപ്പോൾ 2 വെക്റ്റർ എടുത്തു, h1 h2. ഇവിടെ r2 ആയതുകൊണ്ട് ഓർഡേഡ് പെയർ ആണ് നമ്മുടെ എലമെൻറ്റ്സ്. h1 h2, y1 y2 r2ൽ നമ്മൾ എടുത്തു. ഇനി രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ സമ്മ് r2ൽ തന്നെ കിടക്കുമെന്ന് നോക്കണം. അതായത് ഓർഡേഡ് പെയർ ആയിട്ടാണോ കിടക്കുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ h1 h2 + y1 y2 ബൈ ഡെഫിനിഷൻ ഇതെന്താണ്, h1 + y1, h2 + y2 ഓർഡേഡ് പെയർ ആണ് കിടക്കുന്നത് അല്ലേ. ഓർഡേഡ് പെയർ ആണെങ്കിൽ അത് എവിടെയുള്ള എലമെൻ്റ് ആണ്, r2ലുള്ള എലമെൻ്റ് ആണ്. Therefore r2 ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത്, കമ്മ്യൂട്ടേറ്റിവിറ്റി. h + y = y + h കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. സോറി, ഞാൻ തേർഡ് കണ്ടീഷനായിട്ടാണ് എഴുതിയത് ഇവിടെ. അപ്പോൾ h1 + 2 എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്യുക. h + y = y + h ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. h-നും y-ക്കും പകരം ഇവിടെ എടുക്കേണ്ടത് ഓർഡേഡ് പെയർ ആണ്. അപ്പോൾ h1 h2 + y1 y2 h + y = y + h എന്ന് കിട്ടണം. h1 h2 + y1 y2 ബൈ ഡെഫിനിഷൻ എന്താണ്, h1 + y1, h2 + y2 ഓർഡേഡ് പെയർ ആണ്. ഈ h1 ഉം y1 ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്, ഓർഡിനറി റിയൽ നമ്പേഴ്സ് ആണ്. സോ h1 + y1നെ y1 + h1 എന്ന് എഴുതാം. h2 + y2നെ y2 + h2 എന്ന് എഴുതാം. y1 + h1, y2 + h2നെ നമുക്ക് ഓർഡേഡ് പെയർ y1 y2 ഫസ്റ്റ് പെയർ എടുക്കാം. y1 y2 + h1 h2. അതായത് ഇത് h1 + y1, h2 + y2 പറയുന്നത് h1 h2 + y1 y2 ആണ്. അപ്പോൾ y1 + h1, y2 + h2നെ y1 y2 + h1 h2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കിട്ടി. ഇനി അഡിഷൻ അസോസിയേറ്റീവ് ആണോ നോക്കണം. അതിന് വേണ്ടിയിട്ട് 3 എലമെൻറ്റ് വേണം എടുക്കാൻ. h1 h2, y1 y2, z1 z2. നമുക്ക് വേണ്ടത് h + y + z = h + y + z ആണെന്ന് കിട്ടണം. h + y + z = h + y + z ആണെന്ന് കിട്ടണം. ഇവിടെ h-നും z-നും പകരം പെയറാണ് എടുക്കേണ്ടത്. അപ്പോൾ h1 h2 + y1 y2 ഒരു ബ്രാക്കറ്റിൽ +z1 z2 എന്ത് കിട്ടണം, h1 h2 + y1 y2 + z1 z2 എന്ന് കിട്ടണം.
ബൈ ഡെഫിനിഷൻ h1 h2 പ്ലസ് y1 y2 എന്താണ് h1 പ്ലസ് y1 കോമ h2 പ്ലസ് y2 അതൊരു ബ്രാക്കറ്റിലിട്ടു പ്ലസ് z1 z2. ഇത് എച്ച് പ്ലസ് വൈ എന്നുള്ള ഫോമാണ്. സോ എച്ച് പ്ലസ് വൈ എന്ന് പറയുന്നത് ഓർഡർഡ് പെയറുകൾ തമ്മിൽ എന്ത് ചെയ്യുക ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ h1 പ്ലസ് y1 പ്ലസ് z1 കോമ h2 പ്ലസ് y2 പ്ലസ് z2 ഇത് എച്ച് പ്ലസ് വൈ എന്നുള്ള ഫോമാണ്. സോ എച്ച് ഓർഡർഡ് പെയർ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് h2 പ്ലസ് y1 y2 എന്നുള്ളത് h1 പ്ലസ് y1 ഓർഡർഡ് പെയർ കോർഡിനേറ്റ്സുകൾ തമ്മിൽ എന്ത് ചെയ്യാണ് ആഡ് ചെയ്യാണ്. സോ ഇവിടെ എന്ത് വരും h1 പ്ലസ് y1 പ്ലസ് z1 കോമ h2 പ്ലസ് y2 പ്ലസ് z2. ഈ h1 y1 z1 ഒക്കെ ഓർഡിനറി റിയൽ നമ്പേഴ്സാണ്. സോ h1 പ്ലസ് y1 പ്ലസ് z1നെ h1 പ്ലസ് y1 പ്ലസ് z1 എന്ന് എഴുതാം കോമ h2 പ്ലസ് y2 പ്ലസ് z2നെ h2 പ്ലസ് y2 പ്ലസ് z2 എന്ന് എഴുതാം. ഇത് ഏത് ഫോമിലാണ് ഈ ഫോമിലായിട്ടുണ്ട് അല്ലേ. h1 പ്ലസ് y1 എന്ന് പറഞ്ഞാൽ ഓർഡർഡ് പെയർ h1 h2 പ്ലസ് y1 y2 ആണ്. അപ്പോൾ h1 പ്ലസ് y1 പ്ലസ് z1നെ നമുക്ക് എങ്ങനെ എഴുതാം ഈ h1 h2 നമുക്ക് ആദ്യം എഴുതാം. ബാക്കിയുള്ളത് y1 കോമ y2 പ്ലസ് z1 കോമ z2. അപ്പോൾ h1 h2 പ്ലസ് y1 y2 പ്ലസ് z1 z2 ഈസ് ഈക്വൽ ടു h1 h2 പ്ലസ് y1 y2 പ്ലസ് z1 z2 എന്ന് കിട്ടി. Therefore the addition is associative. അപ്പോൾ 3 കണ്ടീഷൻ നമ്മൾ നോക്കി. ഇനി 4ാമത്തെ കണ്ടീഷൻ സീറോ വെക്ടർ ആണ്.